ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിൽ തൻ്റെ പ്രബോധനം തുടരുകയാണ്. ഇന്നലെ പറഞ്ഞു, ഇനി തിളങ്ങുന്ന നക്ഷത്രങ്ങളും പ്രഭ വരുത്തുന്ന ചന്ദ്രൻ, വജ്രിക്കുന്ന സൂര്യനും ഇതൊക്കെ അവരുടെ വലിയ ആരാധ്യ പുരുഷന്മാരായിരുന്നു, അല്ലെങ്കിൽ ആരാധനാപാത്രങ്ങളായിരുന്നു. അങ്ങനെ പ്രകൃതിയെ ആരാധിക്കുന്നവർക്ക് മുന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ചിന്തയെ ഉദ്ദീപിപ്പിക്കും വിധത്തിലുള്ള ചോദ്യങ്ങളാണ് എഴുതിവിട്ടത്. അതിനു മുന്നിൽ അവർ ഉത്തരമില്ലാതെ മുട്ടുമടക്കിയെങ്കിലും അവരവരുടെ ചെയ്തികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. രണ്ടാമത് അവർ ചെയ്തിരുന്നത് വിഗ്രഹങ്ങളുടെ നിർമ്മാണമാണ്. അത് വിൽപ്പനക്ക് വെക്കുക, അതിനെ ആരാധിക്കുക. അതിനൊരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഇറാഖിൽ ഒരു വ്യവസായം തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക, വിൽക്കുക എന്നാണ്. 72ഓളം വിഭാഗത്തിൽ പെടുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുഞ്ഞുനാളുകളിൽ തൻ്റെ പിതൃവ്യനായ ആസർ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കും ഇത് വിൽക്കാൻ. കാരണം ആസർ ഇത് നിർമ്മിക്കുന്ന ഒരാളായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു മഠത്തിലെ പൂജാരിയായിരുന്നു എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുമ്പോൾ ഇബ്രാഹിം നബി ഇത് കൊടുക്കുന്ന ആളുകളോട് പറയും, അല്ല യദുറു വലാ യൻഫഉ, ഒരു ഉപകാരം ഉപദ്രവമൊന്നും ചെയ്യാത്തതാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിൽക്കാറുണ്ടായിരുന്നത്. അത് ആളുകളൊക്കെ വന്ന് പറയും, യാസറിനോട്, നിന്റെ മോനെന്താ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുമായിരുന്നു എന്ന് കാണാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞു നാളുകളിലെ പ്രബോധനം ഇങ്ങനെ തുടങ്ങി. ആ പ്രബോധനം തൻ്റെ വീട്ടിൽ നിന്നായി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വിശദമായി പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബൽ വകുന്നാ ബിഹി ആലിമീൻ. ഇബ്രാഹിം നബിക്ക് നാം മാർഗനിർദ്ദേശം നൽകി, നേരത്തെ തന്നെ മാർഗനിർദ്ദേശം നൽകി. അതനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നു, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. وَإِذْ قَالَ لِأَبِيهِ وَقَوْمِهِ مَا هَذِهِ التَّمَاثِيلُ الَّتِي أَنْتُمْ لَهَا عَاكِفُونَ. നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന നിങ്ങളുടെ ഈ വിഗ്രഹങ്ങൾ ഇതൊന്നും ശരിയല്ല, ഇതിനെയെല്ലാം നിർമ്മിച്ച നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ഈ ഭൂമി പടച്ച നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആരാധിക്കാനുള്ള കാരണം? അപ്പൊ അവർ പറഞ്ഞു, ഖാലു വജദ്നാ ആബാഅനാ ലഹാ